Hi, hello, welcome to once. So, നമ്മൾ ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഫ്ലൂയിഡ് മെക്കാനിക്സിലെ മോഡ്യൂൾ 1 ഫ്ലൂയിഡ് പ്രോപ്പർട്ടിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കോഴ്സ് കോഡ് PCCET 303 4 ക്രെഡിറ്റ് വരുന്ന സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ആണ് സിവിൽ S3 നോക്കാൻ നേരത്ത്. അപ്പോൾ നമ്മൾ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാണ്ട് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും അറിഞ്ഞിരിക്കണം വളരെ നല്ലതാണ്. കാരണം ഇതൊക്കെ കണക്റ്റിംഗ് ആണ്. കാരണം നമ്മൾ ഇനി അപ്കമിങ് മോഡ്യൂൾസിലേക്കൊക്കെ പോകുമ്പോൾ ഇതിൽ പല കാര്യങ്ങളും അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മോഡ്യൂൾ നല്ലൊരു ബേസ് നിങ്ങൾക്ക് വേണ്ടതാണ്. അപ്പോൾ അതിലൊരു 1, 2, 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അല്ല ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നേരെ കിടക്കാം. ഫസ്റ്റ് വൺ, 2 large plane surface are 2.4 centimeter apart. The space between the surface is filled with glycerin. What force is required to drag a very thin plate of surface area 0.5 square meter between the 2 large plane surface at a speed of 0.6 meter per second? If the thin plate is in the middle of 2 plane surface, the thin plate is at a distance of 0.8 centimeter from one of the plane surface. Take dynamic viscosity as 8.1 into 10⁻⁻1 Newton second per meter square. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്താ, 2 പ്ലെയിൻ സർഫസ് 2.4 സെൻറ്റിമീറ്റർ എപ്പാർട്ടാണ്. സോ 2 പ്ലെയിൻ സർഫസ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എന്താ 2.4 സെൻറ്റിമീറ്റർ എപ്പാർട്ടായിട്ട് എന്താ ഇരിക്കുകയാണ്. ഇതാണ് 2 പ്ലെയിൻ സർഫസ്. ഇതെന്താ 2.4 സെൻറ്റിമീറ്റർ എപ്പാർട്ടാണ്. ഇതിൻ്റെ ഇടയിൽ എന്താ ഫ്ലൂയിഡ് ഉണ്ട്, സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ ഇടയിൽ ഫ്ലൂയിഡ് ഉണ്ട്, അതെന്ന് പറഞ്ഞാൽ ഗ്ലിസറിൻ ആണ്. ഇനി എന്താണ്, വേറൊരു പ്ലേറ്റിൻ്റെ ബിറ്റ്വീൻ ആണ്. ഇതിന് നമുക്ക് എന്താ പുള്ളി ചെയ്യണതാണ്. അറ്റ് വെലോസിറ്റി 0.6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതിൻ്റെ ഏരിയ നമുക്ക് വന്നിട്ടുണ്ട്. ഏരിയ എന്ന് പറയാൻ നിർത്തുന്നത് 0.5 മീറ്റർ സ്ക്വയർ ആണ് ഏരിയ വന്നേക്കുന്നത്. ക്ലിയർ? ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ ഈ പുള്ളി ചെയ്യേണ്ട ഫോഴ്സ്. ഈ ഫോഴ്സ് എത്രയെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ബാക്കി വിസ്കോസിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഈ പ്ലേറ്റിനെ ഫുൾ ചെയ്യുമ്പോൾ തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് എന്താണ് ഒരു ഡ്രാഗ് ഫോഴ്സ് ആക്ട് ചെയ്യേണ്ടാവും. അതെന്താ, ഇവിടെ നിന്ന് F1ഉം അതേപോലെ എന്താ ഇങ്ങോട്ടേക്ക് F2ഉം 2 ഫോഴ്സ് ആക്ട് ചെയ്യണം. അപ്പോൾ ഈ പ്ലേറ്റ് എവിടെയാണ് പൊസിഷൻ ചെയ്യണം അത് ബേസ് ചെയ്തിരിക്കും ഈ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 2 കേസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഈ പ്ലേറ്റ് നടുവിലാണെങ്കിൽ മിഡിലാണെങ്കിലുള്ള കേസ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ എന്താ ഒരു 0.8 സെൻറ്റിമീറ്റർ. സോ ഫസ്റ്റ് കേസ് നമ്മൾ നോക്കുമ്പോൾ ഈ പ്ലേറ്റ് മിഡിൽ എന്ന് പറയുമ്പോൾ ഒരു 1.2 സെൻറ്റിമീറ്റർ മാറി നടുക്കാണെങ്കിൽ, സോ മേളിൽ നിന്നും എന്താ 1.2. ഇതാണ് ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ് എന്ന് പറയാൻ നേരത്തെ എന്താ പ്ലേറ്റ് വേറൊരു സെക്ഷനിലാണ് വന്നേക്കണം. ഇതാണ് ഇപ്പോൾ പ്ലേറ്റ് എങ്കിൽ അതെന്ന് പറഞ്ഞാൽ എന്താ ഒരു 0.8 സെൻറ്റിമീറ്റർ മാറി. അപ്പോൾ ബാക്കിയുള്ള എന്താ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു 1.6 സെൻറ്റിമീറ്റർ വരും. ഇങ്ങനെയാണ് നിൽക്കുന്നത് 2 കേസ്. അപ്പോൾ ഇതിൽ കണ്ടുപിടിക്കാൻ നേരത്തെ നമുക്ക് എന്താ വേണ്ടത്, F1ഉം F2ഉം കണ്ടുപിടിക്കണം അല്ലേ. ടോട്ടൽ F എന്ന് പറഞ്ഞാൽ എന്താ F1 പ്ലസ് F2 ആണെന്ന് പറഞ്ഞു. അപ്പോൾ F1 എന്ന് പറയാൻ നേരത്തെ എന്താ നമുക്ക് നോർമലി അറിയാം, ടോ ഈക്വൽ ടു മ്യൂ ഇൻറ്റു DU/dy ആണെന്നറിയാം. അതേപോലെ ടോ ഈക്വൽ ടു എന്താ F ബൈ ഏരിയ. സോ F ഈക്വൽ ടു എന്താ ടോ ഇൻറ്റു ഏരിയ. ഇതാണല്ലോ നമ്മുടെ റിലേഷൻ വന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ F എന്ന് പറഞ്ഞാൽ എന്താ F1 പ്ലസ് F2 ആണ്. ഇതിൽ F1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ടോ 1 ഇൻറ്റു A1 എന്ന് എഴുതാം. F2 എന്ന് പറഞ്ഞാൽ ടോ 2 ഇൻറ്റു A2 എന്ന് എഴുതാം. സോ ടോ എന്ന് പറയാൻ നേരത്തെ നമുക്ക് എന്താ മ്യൂ ഇൻറ്റു DU/dy1 ഇൻറ്റു A1 പ്ലസ് മ്യൂ ഇൻറ്റു DU ഇൻറ്റു dy2 ഇൻറ്റു A2 എന്ന് എഴുതാം. അപ്പം dy1 dy2 എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്. അപ്പോൾ ആദ്യത്തെ കേസിൽ എന്താണ് രണ്ടും സെയിം തന്നെയാണ്. dy1 dy2 എന്ന് പറഞ്ഞാൽ എന്താ 1.2 തന്നെയാണ്. രണ്ടാമത്തെ കേസിൽ എന്ത് വരും, ഒന്ന് 0.8 കൊടുക്കണം, മറ്റേത് 1.6 കൊടുക്കണം. ക്ലിയർ? ആ പ്ലേറ്റ് എവിടെയാണോ പൊസിഷൻ ചെയ്തതെന്ന് ചോദിച്ചത്. സംഭവം സിമ്പിളാണ്, ഒന്നുമില്ല. ഷിയർ ഫോഴ്സ് നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങോട്ട് വലിക്കുമ്പോൾ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 2 കമ്പോണൻസ് F1ഉം F2 ഉണ്ട്. 2ൻ്റെയും സമ്മേഷനാണ്. F എന്ന് പറഞ്ഞാൽ എന്താ ടോ ഇൻറ്റു ഏരിയ ആണ്, മ്യൂ ഇൻറ്റു DU/dy ആണ്. അപ്പോൾ ചെയ്ത് വെച്ച് നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസിൽ നമ്മൾ നോക്കുമ്പോൾ തന്നേക്കുന്ന വാല്യൂസ് എല്ലാം നോട്ട് ചെയ്യുക. F എന്ന് പറഞ്ഞാൽ F1 പ്ലസ് F2 ആണ്. സോ ആദ്യത്തെ കേസിൽ എന്താ ടോ 1 എന്ന് പറയുമ്പോൾ മ്യൂ ഇൻറ്റു DU/dy. DU 0.6, dy 0.012 എടുത്ത് F എന്ന് പറഞ്ഞാൽ എന്താ സ്ട്രെസ് ഇൻറ്റു ഏരിയ ചെയ്ത് കഴിയുമ്പോൾ 20.25 കിട്ടും. ഇനി F1 കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, F2 സെയിം സംഭവം തന്നെയാണ്. കാരണം വാല്യൂ 0.012 തന്നെയാണ് വന്നത്. അപ്പോൾ F2ൻ്റെ വാല്യൂ എന്താ 20.25 കിട്ടും. രണ്ടും കൂടി ആഡ് ചെയ്ത് എന്താ 40.5 കിട്ടും. ഇതാണ് ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ കേസിൽ എന്ത് സംഭവിച്ച് 2.4 പ്ലേറ്റ് എന്താ 0.8 മാറിയാണ്, ബാക്കി 1.6. അപ്പോൾ dy1 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം 1.6 എടുക്കുക. സെൻറ്റിമീറ്റർ ആണ് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. സോ F1 കണ്ടുപിടിക്കുമ്പോൾ dy1ൻ്റെ അവിടെ 0.016 വരും.
ഇനി F2 കണ്ടുപിടിക്കുമ്പോൾ മറ്റേടത്ത് എന്താ 0.8 സെന്റിമീറ്റർ ആണ് കൺവേർട്ട് ചെയ്യുക. 0.008 ആ F2 വരും. അത് കഴിയുമ്പോൾ രണ്ടും കിട്ടി കഴിയുമ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുക. സോ F1 15.18, F2 30.36 കിട്ടും. രണ്ടും കൂടി ആഡ് ചെയ്താൽ 45.54 വരും. സോ സിമ്പിളാണ്. ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. ചിലപ്പോൾ ഒരു പ്ലേറ്റേ ഉണ്ടാവുള്ളൂ മൂവ് ചെയ്യണത്. ഇതിൻ്റെ കേസിൽ മേളിലും താഴെ നടുക്കൂടിയാണ് മൂവ് ചെയ്യുന്നത്. ആൾക്കുള്ള ആ ഡിസ്റ്റൻസ് ബേസ് ചെയ്തിട്ട്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ഫ്ലാറ്റ് പ്ലേറ്റ് ഈസ് മൂവിങ് ഓവർ അനദർ സ്റ്റേഷനറി പ്ലേറ്റ് 1 millimeter apart. The space is filled with fluid of viscosity 0.2. If the velocity of plate is 2 meters per second. ഇത് നേരത്തേക്കാട്ടും ഒന്നും കൂടി സിമ്പിളാണ്. എന്താണ്, സാധാരണ ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. ഡിസ്റ്റൻസ് നമുക്ക് വന്നിട്ടുണ്ട് എന്താ, അനദർ 1 millimeter അപ്പാർട്ടാന്ന് പറഞ്ഞേക്കുന്നു. സ്പേസിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, വിസ്കോസിറ്റി വന്നിട്ടുണ്ട് 0.2. വെലോസിറ്റി മൂവ് ചെയ്യണം 2 meters per second ആണെന്ന് തന്നേക്കും. ഫസ്റ്റ് വൺ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താ, വെലോസിറ്റി ഗ്രേഡിയൻ്റ് ആണ്. du/dy ആണ്. അപ്പോൾ u എന്ന് പറഞ്ഞാൽ എന്താ 2 meters per second ആണ്. dy എന്ന് പറഞ്ഞാൽ എന്താ 1 millimeter ആണ്. അപ്പോൾ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്താ വെലോസിറ്റി ഗ്രേഡിയൻ്റ് കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ഷിയർ സ്ട്രെസ് ആണ്. ടോ ഈക്വൽ ടു എന്താ mu × du/dy ആണ്. ഇതിൽ mu ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് എന്താ 0.2 Newton/m². ആണ്. du/dy നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ടോ കിട്ടി. ഇനി മൂന്നാമത്തെ കേസിൽ എന്താണ്, ഫോഴ്സ് ആണ്. ഞാൻ തൊട്ടുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു അല്ലേ, ടോ ഇൻറ്റു ഏരിയ ആണ് ഫോഴ്സ് തന്നെ. ടോ എന്ന് പറയുന്നത് എന്താ mu × du/dy ഇൻറ്റു ഏരിയ. അല്ലെങ്കിൽ ഈ ഒരു വാല്യൂ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലേ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പുട്ട് ചെയ്യുക ഇൻറ്റു ഏരിയ. കണക്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്, ഒന്നുമില്ല. du/dy ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കും. അതിൻ്റെ വിസ്കോസിറ്റി ചെയ്ത സെക്കൻഡ് സ്ട്രെസ് കിട്ടും. സോ ഇതിൻ്റെ ഏരിയ ചെയ്യുക. ഏരിയ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് 0.5. അപ്പോൾ നമ്മൾ വാല്യൂസ് നോക്കുമ്പോൾ വെലോസിറ്റി ഗ്രേഡിയൻ്റ് du/dy 2000 വരുന്നു. ടോ ഇൻറ്റു 2000 ഇൻറ്റു 0.2 ചെയ്യുമ്പോൾ 400 വരുന്നു. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 400 ഇൻറ്റു ഏരിയ 0.5 ചെയ്താൽ 200 Newton വരും. ക്ലിയർ ആണല്ലോ. സോ അതാണ് നമുക്ക് എന്ത് വെലോസിറ്റി ഗ്രേഡിയൻ്റ്, ഷിയർ സ്ട്രെസ്, ഫോഴ്സ് വരും. ആൻഡ് ഫൈനലി ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ദി ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് എൻ ഓയിൽ യൂസ് ഫോർ ലൂബ്രിക്കേഷൻ ബിറ്റ്വീൻ ഷാഫ്റ്റ് ആൻഡ് സ്ലീവ് is 6 points. The shaft is of diameter 0.4 meter and rotates 190 rpm. Calculate the power loss in the bearing for a sleeve length of 90 millimeter. The thickness of the oil film is 1.5 millimeter. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ, ഒരു ഷാഫ്റ്റ് സ്ലീവ് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ എന്താ ലൂബ്രിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു വിസ്കോസിറ്റി 6 points ഉള്ളതാണ്. അതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ എന്താ കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഗ്യാപ്പ് നമുക്ക് തന്നിട്ടുണ്ട് 1.5 millimeter ആണ് വരുന്നത്. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ RPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 190 RPM ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് വന്നിട്ടുണ്ട് അറൗണ്ട് 90 millimeter ആണ് വരുന്നത്. പിന്നെ ഡയമീറ്റർ എന്ന് പറയുന്നത് 0.4 ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താ, പവർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. പവറിൻ്റെ റിലേഷൻ എന്ത് വരും, പവർ എന്ന് പറയാൻ നേരത്ത് 2π/NT/60 ആണ്. P = 2π/NT/60 ആണ്. അപ്പോൾ ഇതിൽ ടോർക്ക് എന്ന് പറയാൻ നേരത്ത് എന്താ, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. F × d/2 ആണ് എന്ത് ടോർക്ക് വരുന്നത്. ഇനി ഇതേ കേസിൽ തന്നെ ഫോഴ്സ് എന്ന് പറയുന്ന നേരത്ത് നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നോക്കി സ്ട്രെസ് ഇൻറ്റു എന്താ ഏരിയ ആണ് വരുന്നത്. ഇതിൽ സ്ട്രെസ് എന്ന് പറയാൻ നേരത്ത് എന്താ mu × du/dy. ഇനി അതേപോലെ തന്നെ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെടുക്കണം, πdl. സിലിണ്ടറിൻ്റെ πd × l അല്ലെങ്കിൽ 2πrl എന്നൊക്കെ പറയണ പോലെ. ഇനി അതേപോലെ du എന്ന് പറഞ്ഞാൽ എന്തെടുക്കണം, πdn/60. ആണ്ടോ, ഇങ്ങനെയാണ് അപ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും ആദ്യം u കണ്ടുപിടിക്കുക, πdn/60. n തന്നിട്ടുണ്ട് RPM. അതേപോലെ ഏരിയ കണ്ടുപിടിക്കുക, πdl. du അറിയാം. സോ ടോ എന്ന് പറയുമ്പോൾ എന്താ mu × du/dy ആണ്. mu ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, du നമ്മൾ കണ്ടുപിടിച്ചു. സിമിലർലി dy 1.5 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ടോ കിട്ടിക്കഴിഞ്ഞാൽ ഇൻറ്റു ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഫോഴ്സ് കിട്ടും. ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻറ്റു ഡയമീറ്റർ/2. ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്ത് ടോർക്ക് തന്നെ. ടോർക്ക് കിട്ടും. ടോർക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 2π/NT/60 ചെയ്ത് എന്ത് കിട്ടും, പവർ കിട്ടും. എല്ലാം കണക്റ്റിംഗ് ആണ്. ജസ്റ്റ് കണക്ട് ചെയ്ത് പോയാൽ മതി. ആ ഒരു ഡോട്ട് ലൈൻസ് കണക്ട് ചെയ്ത് പോകണ പോലെ. അപ്പോൾ ഇതിൻ്റെ ആൻസറിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. mu വന്നിട്ടുണ്ട് da n, അതേപോലെ തന്നെ എന്താ l t. ആദ്യമേ വെലോസിറ്റി കണ്ടുപിടിക്കുക, u πdn/60 3.98 കിട്ടും. കിട്ടിയത് ശരിയാണോ എന്ന് നോക്കുക നിങ്ങൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടോ = mu × du/dy. mu അറിയാം, du അറിയാം, dy കിട്ടി. സോ ടോ എന്ന് പറഞ്ഞാൽ എന്താ 1592 ഷിയർ സ്ട്രെസ്.
അത് കഴിയുമ്പോൾ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ ആണ്. ഏരിയ ഇപ്പോൾ ഐഡിയയിലാണ് എടുക്കേണ്ടത്. സോ ഉത്തരം എന്താ 180 വരും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ടോർക്ക് കണ്ടുപിടിക്കുക, എഫ് ഇൻറ്റു d/2 36.0 എന്ന് വരും. ശരിയല്ലേ കിട്ടിയത്? ഫൈനലി എന്ത് ചെയ്യുക, പവർ കണ്ടുപിടിക്കുക. പവർ ഈക്വൽ ടു 2π×10⁻⁶. സോ 716.48 വാട്ട് വരും. ക്ലിയർ ആണല്ലോ? സോ ഒന്നുമില്ല, എല്ലാം ബേസിക് കൺസെപ്റ്റ് ആണ്. ഈ ഒരു 3 ക്വസ്റ്റ്യൻസും ഒരേ ടൈപ്പ് ഉള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ പവർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പല കാര്യങ്ങളല്ലേ. ജനറലി ഫൈനലി ഒരു പവർ എന്ന് പറയുന്നത് കണ്ടുപിടിക്കുമ്പോൾ ടോർക്ക് വേണം, ടോർക്ക് കണക്ട് ചെയ്ത് സ്ട്രെസ് വേണം, സ്ട്രെസ് കണക്ട് ചെയ്തിട്ടാണ് എന്ത് ഫോഴ്സിൽ ബാക്കി കാര്യങ്ങളെല്ലാം വരും. ക്ലിയർ ആണല്ലോ? സോ ഇനിയും ഇങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളെല്ലാം നമ്മുടെ വൺസിൻ്റെ ആപ്പിലുണ്ട്. സോ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് കൂടുതൽ ക്വസ്റ്റ്യൻസും പല പല ട്രിക്സും കാര്യങ്ങളൊക്കെ കാണാം. എന്തെങ്കിലും ഡൗട്ട്സും ക്വയറീസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. സോ താങ്ക് യു.